വെൽക്കം ഫ്രണ്ട്സ്. നമ്മളിന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മഹാക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണെന്ന്. കണിക്കുന്നകൾ അലങ്കരിക്കുന്ന മുളങ്കാടുകൾ, കുരങ്ങന്മാർ എന്നിവരുടെ വിഹാരരംഗമായ അടിവാരത്തു നിന്നും ആ മഹാക്ഷേത്രത്തിലേക്കുള്ള ജീപ്പ് യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ജീപ്പുകളെല്ലാം നിരനിരയായി അടിവാരത്ത് മുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, റിയൽ ഗ്രീൻ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വേറെങ്ങുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കുമളിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 1337 മീറ്റർ ഉയരത്തിൽ പ്രതിഷ്ഠയുള്ള കണ്ണകിയുടെ, നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂരമ്മയുടെ സ്മരണയ്ക്കായി ചേര രാജാവായിരുന്ന ചെങ്കുട്ടുവൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ഉത്സവ നാളിൽ ജനങ്ങളെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പാസില്ലാതെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലൂടെ മുകളിലേക്ക് കടത്തിവിടും. ഈ കാൽനട എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ്. പകുതി കാട്ടിലൂടെയും പകുതി മുട്ടക്കുന്നുകൾ നിറഞ്ഞ പുൽമേടുകളിലൂടെയുമുള്ള അനുഭവവേദ്യമായ ഒരു രസകരമായ ഒരു യാത്ര. മേടമാസത്തിലെ ചൈത്ര പൗർണമി നാളിൽ വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിനും തമിഴ്നാടിനുമിടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 ചില്ലുവാനം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് ശേഷം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാതൽ കരുതിയിരുന്നു. അത് കഴിക്കാൻ ഒരു ചെറിയ ഹാൾട്ട് പോയിന്റ്. ചീവീടുകളുടെയും പക്ഷികളുടെയും അകമ്പടി താളം ശ്രവിച്ചുകൊണ്ട് കുളിർമയുള്ള തണലിലൂടെ വനഭംഗികൾ നുകർന്ന് ആസ്വദിച്ചൊരു യാത്ര. ഞങ്ങൾ പകുതി വഴിയെത്തി. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് കരടിക്കവല. ഇവിടം മുതൽ കുത്തനെയുള്ള മൊട്ടക്കുന്നുകളുടെ കയറ്റ് ഇറക്കങ്ങളാണ് ഇനി അങ്ങോട്ട്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിലാതുകൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളുടെയും സംരക്ഷണത്തിലാണ് ഈ മഹാക്ഷേത്രം. കുമളിയിൽ നിന്ന് വനം വകുപ്പ് അനുവദിക്കുന്ന ജീപ്പുകളിലൂടെയാണ് കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ അങ്ങ് ദൂരെ കാണുന്നത് കമ്പം, തേനി ജില്ലകളിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെ വരവാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെയും പശ്ചിമഘട്ട മലനിരകളുടെയും മനോഹരമായ ദൃശ്യം ഇവിടെ നിന്നാൽ കാണാം. മറ്റുള്ള ദിവസങ്ങളിൽ വനംവകുപ്പിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഇവിടേക്ക് പ്രവേശനം സാധ്യമല്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് കർശനമായ വിലക്കുണ്ട്. വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ചിത്രാപൗർണമി നാളിൽ എല്ലാ കൊല്ലവും തിരക്ക് കൂടി വരികയാണ്. തക്കാളിച്ചോറ്. ക്ഷേത്രത്തിൽ ചെന്നാൽ തക്കാളിച്ചോറ് എന്ന തമിഴ്നാടിൻ്റെ വിഭവം എല്ലാ ഭക്തന്മാർക്കും സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇടയ്ക്കിടെയുള്ള ചെക്കിംഗ് പോയിന്റുകളിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. കരിങ്കലിൽ തീർത്ത പുരാതന ദ്രാവിഡ വാസ്തുശൈലിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഒറ്റക്കല്ലിൽ തന്നെ ഒരുപാട് ശിലകൾ ഇവിടെയുണ്ട്. ഏതായാലും ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആന മുതലായ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥക്കുള്ളിലായതിനാൽ പരിതാപകരമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, റിയൽ ഗ്രീൻ ബോക്സിൻ്റെ അടുത്ത വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും വണക്കം.